മലപ്പുറത്ത് ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് LDF സ്ഥാനാർത്ഥിയായ VP സാനു പറയുന്നത്. സ്ത്രീകളുടെ പുതുതലമുറയുടെയും വോട്ട് LDFനാണ് ഗുണം ചെയ്യുക. വളരെ വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിച്ചതെന്നും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്നും VP സാനു മീഡിയ വണ്ണോട് പറഞ്ഞു. മലപ്പുറത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മികച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് കിട്ടിയത് എന്ന് തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സംസാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ VP സാനു മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. എന്ത് തോന്നുന്നു? ഒരു 1.5 മാസത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ഒക്കെ കഴിഞ്ഞ് ഇന്ന് തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? വലിയ ഒരു അംഗീകാരമാണ് ഒന്ന് പാർട്ടിയും ഇടതുപക്ഷവും നൽകിയത്. മാത്രമല്ല ജനങ്ങളുടെ വലിയൊരു അംഗീകാരം എല്ലാ വിഭാഗം ജനങ്ങളും നന്നായി പിന്തുണച്ചു. അത് ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന പ്രായമായ ആളുകൾ വരെ നല്ല പിന്തുണയും ആത്മവിശ്വാസവും ഉന്മേഷവും ഒക്കെയാണ്, ഊർജവുമാണ് അവർ തന്നത്. തീർച്ചയായും അത് മെയ് 23 വോട്ടെണ്ണുന്ന സമയത്തും പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ മലപ്പുറം മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 2 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. 3 തെരഞ്ഞെടുപ്പുകൾ 2009-ലും 2014-ലും പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പും. ഈ 3 ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോൾ ചെയ്ത അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ശതമാനമാണ് അവസാന ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? സാനുവിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ കാര്യത്തിൽ? അത് ഒന്നാമത്തെ കാര്യം 2006-ലെ തെരഞ്ഞെടുപ്പ്. 2006-ലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്ത് മത്സരിച്ച UDFൻ്റെ 2 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ കുറ്റിപ്പുറം, തിരൂർ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം നന്നായി വർദ്ധിക്കുന്ന സ്ഥിതിയുണ്ടായി. അന്ന് 80-ന് പുറത്ത്, അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ 80-ന് അപ്പുറത്തേക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എൻ്റെ അറിവിൻ്റെ പരിമിതിയായിരിക്കാം. പക്ഷേ എൻ്റെ അറിവ് വെച്ച് അതാണ്, 80-ന് പുറത്ത് പോയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിലാണ് കുറ്റിപ്പുറവും തിരൂരും 80-ന് അപ്പുറത്തേക്കുള്ള ഒരു വോട്ടിംഗ് ശതമാനം വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയാണ് ചെയ്തത്. കാരണം 26,000-യും അതിനപ്പോൾ 25-ന് മുകളിലുള്ള ഭൂരിപക്ഷം മറിഞ്ഞ് കടന്നുകൊണ്ടാണ് 8,000-നും ഒക്കെ വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുള്ളത്. മാത്രമല്ല അന്ന് വോട്ടിംഗ് ശതമാനം കൂടിയ പലയിടങ്ങളും പരമ്പരാഗതമായി UDFന് പിന്തുണച്ചിരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്തവണ വളരെ കൃത്യമായി വളരെ അടിയൊഴുക്കുകൾ വളരെ വിസിബിളായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ UDFൻ്റെ പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾക്കിടയിൽ അതിലൊക്കെ തന്നെ വലിയ രൂപത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അടുത്തേക്ക് ഓരം ചേർന്ന് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും വിജയത്തിലേക്ക് എത്തിക്കും. അക്കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം, സാനുവൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ 2004-ലെ മഞ്ചേരി ആവർത്തിക്കുമെന്നാണ്. അതോടൊപ്പം സാനു ചില പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം, മലപ്പുറം അങ്ങനെ കയറാൻ പറ്റാത്തൊരു മലയല്ല, ബാലികേറ മലയല്ല എന്നൊക്കെ പലപ്പോഴും സൂചിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇത്ര പോളിംഗ് ശതമാനം വരുന്നത് കാണുമ്പോൾ അതിലേക്ക് അടുക്കുന്നു എന്നുള്ള തരത്തിലുള്ളൊരു സൂചനയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം അത്രയും ശക്തമായിട്ടുള്ള പ്രവർത്തനം, വർക്ക്. ഇപ്പോൾ UDF നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്രൗണ്ട് ലെവലിൽ വർക്ക് എത്രമാത്രം നടന്നിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബോർഡുകളും പോസ്റ്ററും വന്നിട്ടുണ്ടാവും എന്നതിനപ്പുറത്തേക്ക് വീട് കയറുന്ന കാര്യങ്ങളിലായാലും ക്യാമ്പയിൻ നടത്തുന്ന കാര്യങ്ങളിലായാലും എല്ലാത്തിലും ഇടതുപക്ഷമാണ് വലിയ അളവിൽ മുന്നിൽ നിന്നിട്ടുള്ളത്. മാത്രമല്ല ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാനും പ്രവർത്തനം തുടങ്ങാനും കഴിഞ്ഞതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ ഞങ്ങളുടെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം വർധനവുണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത് സ്വാഭാവികമായും ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടാണ് അതിൽ വർധനവ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവസാനമായ ഒറ്റ കാര്യം കൂടി, സാനു ഒരു യൂത്ത് ഫിഗറായിട്ടാണ്, SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടാണ് മലപ്പുറത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നുൾപ്പെടെ യുവാക്കളുടെ ഒരു സംഘം മലപ്പുറത്തേക്ക് വരുന്നു. മലപ്പുറത്തൊട്ടാകെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് ആയിട്ടുള്ള ആളുകൾ സാനുവിനോടൊപ്പം ചേരുന്നു. വിവിധ റാലികൾ, വിവിധ ഷോകളൊക്കെ നടത്തുന്നു. ആ ഒരു തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം മലപ്പുറത്ത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്നാണോ? അതായത് പ്രത്യേകിച്ച് നേരത്തെ സാനുവൊക്കെ സൂചിപ്പിച്ച മങ്കട പോലെയുള്ള മണ്ഡലങ്ങളിൽ ഈ ശതമാനം കാണുമ്പോൾ, അങ്ങനെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ സാനുവിൻ്റെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു പ്രതീക്ഷ എന്താണ്? തീർച്ചയായും വിജയിക്കാൻ കഴിയും. കാരണം പലയിടങ്ങളിലും ഇപ്പോൾ ഇത് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്ന സ്ഥിതി ഉണ്ടായി. ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അവർ തീപ്പാട്ട് വണ്ടിയായി ഇവിടെ പാട്ടുകൾ പാടിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ആശംസയും അവർ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോകളും അയക്കുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ പ്രകാശ് രാജ് നടനും ആക്ടിവിസ്റ്റും ബാംഗ്ലൂർ സെൻട്രലിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായി. പ്രകാശ് രാജ് പിന്തുണ പ്രഖ്യാപിച്ചത് ആ വീഡിയോ
അത് നജീബിൻ്റെ സഹോദരി അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥിതി ഉണ്ടായത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിനും മറ്റു പുറത്തുള്ള ക്യാമ്പയിനും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അത് തീർച്ചയായും വലിയ അളവിൽ യൂത്ത് വോട്ടർമാരെ അത് നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും റിസൾട്ടിൽ പ്രതിഫലിക്കും. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച 25,000-നടുത്തുള്ള ഒരു ഭൂരിപക്ഷമാണ് ഇപ്പോൾ. അത് ഇനി കണക്കുകൾ നാളെ വരുന്നതോടുകൂടി കുറച്ചുകൂടി ചിത്രം വ്യക്തമാവും. തീർച്ചയായും സാനുവിൻ്റെ മുഖത്തും സാനുവിൻ്റെ വാക്കുകളിലും ആ ഒരു ആത്മവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. 1,00,000-ഓളം വോട്ടുകൾ മലപ്പുറം മണ്ഡലത്തിൽ ഭൂരിപക്ഷം ലഭിച്ച് വിജയമുറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ നിലവിലെ സമീപകാലത്തെ ഒക്കെ ഉള്ള വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ താരതമ്യം ചെയ്തുകൊണ്ട് സാനു വ്യക്തമാക്കുന്നത്. മാത്രമല്ല മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നടത്തിയ ഈ 1.5 മാസത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളമുണ്ടാക്കിയ അതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് സാനു പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് വിപി തടത്തിലിനൊപ്പം അഹമ്മദ് മുച്ചിത്തബ.